നമസ്കാരം. ഹജ്ജിന് പ്രത്യേക ആനുകൂല്യങ്ങളും സബ്സിഡികളും വാരി വിതറാൻ വഴികൾ തേടുന്ന ഭരണകൂടങ്ങൾ മറുവശത്ത് കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെയും വഴിപാടുകളെയും പോലും കൊള്ളയടിക്കാൻ GST അടിച്ചേൽപ്പിക്കുകയാണെന്ന രൂക്ഷമായ വിമർശനവുമായി ഹൈന്ദവ സമൂഹം ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ പരമ്പരാഗത ചടങ്ങുകൾക്ക് 18% നികുതി ഏർപ്പെടുത്താനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ വിശ്വാസി സമൂഹത്തോടുള്ള കടുത്ത വെല്ലുവിളി തന്നെയാണ്. ഹൈന്ദവ ആരാധനാലയങ്ങളുടെ പണവും ഭക്തർ സമർപ്പിക്കുന്ന വഴിപാടുകളും മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ള ഇത്തരം ജനദ്രോഹ നടപടികൾക്കെതിരെ കേരളത്തിലുടനീളം കടുത്ത അമർഷവും പ്രതിഷേധവുമാണ് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് മതവിഭാഗങ്ങളുടെ ആരാധനാക്രമങ്ങൾക്കും തീർത്ഥാടനങ്ങൾക്കും കോടിക്കണക്കിന് രൂപയുടെ സബ്സിഡികളും പ്രത്യേക പരിഗണനയും നൽകാൻ യാതൊരു മടിയുമില്ലാത്ത ഭരണകൂടങ്ങളാണ് കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളെ സാമ്പത്തികമായി ഞെരുക്കാനും തകർക്കാനും കൂട്ടുനിൽക്കുന്നത്. ക്ഷേത്രങ്ങളിലെത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ കാണിക്കയും സ്വത്തുക്കളും മറ്റ് ആവശ്യങ്ങൾക്കായി ധൂർത്തടിക്കുന്നവർ ഇപ്പോൾ ഭക്തർ നൽകുന്ന സാധാരണ വഴിപാടുകളെ പോലും നികുതിയുടെ വലയിലാക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ആരാധനാലയങ്ങളെയും ആചാരങ്ങളെയും വാണിജ്യവൽക്കരിച്ച് കൊള്ളയടിക്കുന്ന ഈ ഒരു നിലപാട് വിശ്വാസി സമൂഹത്തോടുള്ള വഞ്ചനയാണെന്ന് എല്ലാവർക്കും അറിയാം. സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നും ശക്തമായ ആക്ഷേപങ്ങളാണ് ഇതിനെതിരെ ഉയർന്നു വരുന്നത്. ക്ഷേത്രത്തിലെ വിവിധ സേവനങ്ങൾക്കും കുത്തക അവകാശങ്ങൾക്കും മേൽ GST ബാധകമാക്കിക്കൊണ്ട് ബോർഡ് അക്കൗണ്ട്സ് വിഭാഗം പുറത്തിറക്കിയ പുതിയ സർക്കുലർ ഹൈന്ദവ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള കടുത്ത അമർഷത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ശബരിമല പോലെയുള്ള ലോകപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ദിവസേന എത്തുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ഭക്തരെ പിഴിഞ്ഞ് പണമുണ്ടാക്കാനുള്ള ഗൂഢനീക്കമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. പുള്ളുവൻപാട്ട്, നീരാഞ്ജന ശിഷ്ടം, ഏറ് നാളികേരങ്ങൾ എടുക്കാനുള്ള കുത്തകാവകാശം, പമ്പയിൽ നിന്നും തുണികൾ ശേഖരിക്കൽ തുടങ്ങിയവയെല്ലാം 18% ഭീമമായ നികുതി ഈടാക്കാനാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി ഹൈന്ദവ സമൂഹം അതീവ പവിത്രതയോടെ പിന്തുടർന്നു പോരുന്ന ആചാരാനുഷ്ഠാനങ്ങളെ കോർപ്പറേറ്റ് ബിസിനസ് സംരംഭങ്ങളുടെ തുല്യമായി കണ്ട് നികുതി പിരിക്കാൻ ശ്രമിക്കുന്നത് എന്ത് ന്യായീകരണത്തിന്റെ പുറത്താണെന്ന് ബന്ധപ്പെട്ട അധികാരികൾ വ്യക്തമാക്കേണ്ടതുണ്ട്. നേരിട്ടുള്ള വഴിപാടുകളെയും കാണിക്കകളെയും ഒഴിവാക്കിയെന്ന് ദേവസ്വം ബോർഡ് ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കുമ്പോഴും ലേലം ചെയ്തു നൽകുന്ന മറ്റു കുത്തക അവകാശങ്ങളിലൂടെയും സേവനങ്ങളിലൂടെയും ഈ ഭാരം ഒടുവിൽ സാധാരണക്കാരായ ഭക്തരുടെ തലയിൽ തന്നെയാകും വന്നു ചേരുക. ഹൈന്ദവ വിശ്വാസങ്ങളെ വേരോടെ തകർക്കാനും ക്ഷേത്രങ്ങളെ സാമ്പത്തികമായി തളർത്താനും ബോധപൂർവം നടപ്പിലാക്കുന്ന ആസൂത്രിത അജണ്ടയാണിത്. കരാറുകാരിൽ നിന്ന് നികുതി ഈടാക്കുന്നതെന്ന പച്ചക്കള്ളമാണ് ദേവസ്വം ബോർഡ് ജനങ്ങൾക്ക് മുന്നിൽ നിരത്തുന്നത്. എന്നാൽ പ്രായോഗിക തലത്തിൽ കരാറുകാർ തങ്ങളുടെ നഷ്ടം പൂർണ്ണമായി നികത്താനായി ഈ GST തുകയും കൂടി പുള്ളുവൻപാട്ട്, ബലിതർപ്പണം തുടങ്ങിയ ചടങ്ങുകൾക്കായി എത്തുന്ന സാധാരണക്കാരായ ഭക്തരിൽ നിന്ന് ഈടാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ക്ഷേത്രത്തിൽ വന്ന് ആത്മാർത്ഥമായി വഴിപാടുകൾ നടത്തുന്ന സാധാരണക്കാരൻ്റെ കീശ ചോർത്തി സർക്കാരിൻ്റെ ഖജനാവ് നിറയ്ക്കുന്ന കൊള്ളയടിയല്ലാതെ മറ്റെന്താണിത്? ക്ഷേത്രങ്ങളിലെ വഴിപാടുകൾക്ക് പുറമെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ, സ്റ്റാളുകൾ, പബ്ലിക് ടോയ്ലറ്റുകൾ എന്നിവയുടെ കുത്തകാവകാശം ലേലം ചെയ്യുമ്പോഴും GST ബാധകമാക്കിയിരിക്കുകയാണ്. ദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കുന്ന ഇത്തരം ജീവസുറ്റ സംവിധാനങ്ങളെ പോലും നികുതി വലയിലാക്കി ചൂഷണം ചെയ്യുന്നത് സർക്കാരിൻ്റെ ധൂർത്തിൻ്റെയും പണക്കൊതിയുടെയും വ്യക്തമായ തെളിവ് കൂടിയാണ്. ബോർഡ് അക്കൗണ്ട്സ് വിഭാഗം പുറത്തിറക്കിയ പുതിയ സർക്കുലറിൽ 31 സുപ്രധാന നിർദ്ദേശങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. GST, രജിസ്ട്രേഷൻ, നികുതി ഈടാക്കൽ, കണക്കു പരിപാലനം, റിട്ടേൺ സമർപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുമുള്ളത്. ഭക്തർ ഭക്തിയോടെ നൽകുന്ന പണവും കാണിക്കയും മറ്റു വരുമാനങ്ങളും എങ്ങനെ പരമാവധി നികുതി വലയിലാക്കാം എന്ന ചിന്ത മാത്രമാണ് ദേവസ്വം ബോർഡിന് ഇപ്പോഴുള്ളത്. നിയമപരമായി ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് സാധാരണ സർവീസ് ടാക്സുകളോ മറ്റ് നികുതികളോ ബാധകമല്ലാതിരിക്കുമ്പോഴാണ് ഈ അനധികൃത നീക്കം സർക്കാർ നടപ്പിലാക്കുന്നത്. മറ്റ് മതവിഭാഗങ്ങളുടെ കാര്യത്തിൽ വരിവരിയായി ആനുകൂല്യങ്ങളും സബ്സിഡികളും നൽകി പ്രീണിപ്പിക്കുന്നവർ ഹിന്ദു ക്ഷേത്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് കൊള്ളയടിക്കുന്ന ഈ കുറ്റകരമായ വിവേചനം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ തയ്യാറാകണം. കേരളത്തിലെ ഹൈന്ദവ ജനതകളുടെ വിയർപ്പും വിശ്വാസവും കൊണ്ട് കെട്ടിപ്പടുത്തതാണ് ഇവിടുത്തെ ഓരോ ക്ഷേത്രവും. എന്നാൽ ഈ സ്ഥാപനങ്ങളെ ഹൈന്ദവ വിശ്വാസികളുടെ നിയന്ത്രണത്തിൽ നിന്നും അടർത്തി മാറ്റാൻ സർക്കാർ സംവിധാനങ്ങളുടെ വരുതിയിലാക്കി ഖജനാവ് നിറയ്ക്കുന്ന നിലപാടാണ് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ആചാരങ്ങളുടെ പേരിൽ നടപ്പിലാക്കുന്ന ഈ ഒരു പുതിയ GST കൊള്ള.
മറ്റു മതങ്ങളുടെ പ്രീതി മാത്രം ലക്ഷ്യമിട്ട് ഹിന്ദു സമൂഹത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഭരണകൂടത്തിന്റെ ഈ ഒരു ജനദ്രോഹ ഉത്തരവുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. വിശ്വാസികളുടെ വികാരങ്ങളെ നിരന്തരം വ്രണപ്പെടുത്തുന്ന ഇത്തരം നയങ്ങൾക്കെതിരെ ഹിന്ദു സംഘടനകളും വിശ്വാസികളും ഒരുപോലെ അണിനിരന്ന് ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് വരണം. നമ്മുടെ രാജ്യത്ത് ഇസ്ലാം മത വിഭാഗത്തിന് മാത്രം എണ്ണിയാലൊടുങ്ങാത്ത ആനുകൂല്യങ്ങളും കോടികളുടെ സബ്സിഡിയും വാരിക്കോരി നൽകാൻ ഭരണകൂടങ്ങൾ എപ്പോഴും മത്സരിക്കുമ്പോൾ, മറുവശത്ത് ഭൂരിപക്ഷ സമൂഹത്തിന്റെ വിശ്വാസ കേന്ദ്രമായ ഹിന്ദു ക്ഷേത്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന സാമ്പത്തിക കൊള്ളയടികളും ജനദ്രോഹ നടപടികളും ഒട്ടും അംഗീകരിക്കാനാവാത്തതും കടുത്ത പ്രതിഷേധം അർഹിക്കുന്നതുമാണ്. എക്കാലത്തും പ്രീണന രാഷ്ട്രീയത്തിന് മാത്രം മുൻഗണന നൽകുന്ന ഭരണ സംവിധാനങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആരാധനകളും തീർത്ഥാടനങ്ങളും സർക്കാർ ചെലവിൽ ആർഭാടമാക്കുമ്പോൾ ഹിന്ദു സമൂഹം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണവും കാണിക്കയും വഴിപാടുകളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് എങ്ങനെയൊക്കെ ഊറ്റിയെടുക്കാമെന്ന് കണക്കുകൂട്ടുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെയും ഏറ്റവും വലിയ ഉദാഹരണവുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന GST കൊള്ള. ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ നൂറ്റാണ്ടുകളായി വിശ്വാസികൾ അതീവ പവിത്രതയോടെയും ആദരവോടെയും അനുഷ്ഠിച്ചു പോരുന്ന പുള്ളുവൻപാട്ട്, നീരാഞ്ജന ശിഷ്ടം, നാളികേരങ്ങൾ എടുക്കാനുള്ള കുത്തക അവകാശം, പമ്പയിൽ നിന്നും തുണികൾ ശേഖരിക്കൽ തുടങ്ങിയ ആചാരപരമായ ചടങ്ങുകൾക്കുമേൽ 18% ഭീമമായ നികുതി അടിച്ചേൽപ്പിക്കാൻ ഉത്തരവിറക്കിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഹൈന്ദവ സമൂഹത്തിന്റെ നെഞ്ചത്തുള്ള തിരിച്ചടിയാണ്. ക്ഷേത്രങ്ങളും അവിടുത്തെ ആചാരങ്ങളും യാതൊരു കാരണവശാലും വാണിജ്യ സ്ഥാപനങ്ങളോ ബിസിനസ് സംരംഭങ്ങളോ അല്ലെന്നിരിക്കെ അവിടെയും കോർപ്പറേറ്റ് കമ്പനികളുടെ തുല്യമായി കണ്ട് നികുതി പിരിക്കാൻ നോക്കുന്നത് വിശ്വാസി സമൂഹത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. കരാറുകാരുടെ മേലാണ് നികുതി ചുമത്തുന്നതെന്നും നേരിട്ടുള്ള വഴിപാടുകളെ ഒഴിവാക്കിയിട്ടുണ്ടെന്നുമുള്ള ബോർഡിന്റെ പച്ചക്കള്ളങ്ങൾ ആരും വിശ്വസിക്കാൻ തയ്യാറാകില്ല. കാരണം പ്രായോഗിക തലത്തിൽ ഈ അധിക നികുതി ഭാരം മുഴുവൻ ഒടുവിൽ വന്നു ചേരുന്നത് ക്ഷേത്രങ്ങളിലെത്തുന്ന സാധാരണക്കാരായ ഭക്തരുടെ തലയിൽ തന്നെയായിരിക്കും. പുള്ളുവൻപാട്ടും ബലിതർപ്പണവും നടത്താൻ എത്തുന്ന സാധാരണക്കാരന്റെ കീശ ചോർത്തി ഖജനാവ് നിറയ്ക്കാൻ നോക്കുന്ന ഈ ഒരു നയം ഹിന്ദു സമൂഹത്തോടുള്ള വഞ്ചനയാണ്. ബോർഡ് അക്കൗണ്ട്സ് വിഭാഗം പുറത്തിറക്കിയ പുതിയ സർക്കുലറിലെ 31 നിർദ്ദേശങ്ങളും ഭക്തരുടെ പണം എങ്ങനെ വീതം വെച്ച് കൊള്ളയടിക്കാമെന്നതിൻ്റെ വ്യക്തമായ രൂപരേഖയാണ്. നിയമപരമായി ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് യാതൊരുവിധ സർവീസ് ടാക്സോ നികുതികളോ ബാധകമില്ലാതിരിക്കുമ്പോഴാണ് കുത്തകകളുടെയും മറപിടിച്ച് ഈ ഒരു അനധികൃത കൊള്ള നടപ്പിലാക്കുന്നത്. ഹജ്ജ് സബ്സിഡിയുടെ പേരിൽ ഖജനാവ് കാലിയാക്കാനും മറ്റു വിഭാഗങ്ങളുടെ പ്രീതി മാത്രം സമ്പാദിക്കാനും മാത്രം ഭരണം നടത്തുന്നവർ ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളെയും ആചാരങ്ങളെയും മാത്രം തകർക്കാൻ നോക്കുന്ന ഈ ഒരു വിവേചനം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഹൈന്ദവ ജനതയുടെ വിയർപ്പും വിശ്വാസവും കൊണ്ട് കെട്ടിപ്പടുത്തതാണ് ഓരോ ക്ഷേത്രവും. അവയെ സർക്കാരിന്റെ വരുതിയിലാക്കി കൊള്ളയടിക്കുന്ന ഈ നീക്കത്തിനെതിരെ രാഷ്ട്രീയ സാമൂഹിക ഭേദമന്യേ ശക്തമായ പ്രതിഷേധമുയർത്തി ഹൈന്ദവ വിശ്വാസവും ആചാരങ്ങളും സംരക്ഷിക്കാൻ മുഴുവൻ വിശ്വാസികളും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഹജ്ജ് സബ്സിഡിയുടെ പേരിൽ ഖജനാവ് കാലിയാക്കുന്നവർ ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെയും വഴിപാടുകളെയും GSTയിലൂടെ കൊള്ളയടിക്കുന്ന നിലപാട് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാനാവില്ല. രാഷ്ട്രീയ പ്രീണനത്തിനും അഴിമതിക്കുമെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി ഹൈന്ദവ വിശ്വാസവും ആചാരങ്ങളും സംരക്ഷിക്കാൻ മുഴുവൻ വിശ്വാസികളും രംഗത്തിറങ്ങേണ്ട സമയം കൂടിയാണിത്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.